നമസ്കാരം. ഏറ്റവും അധികം കുടിയേറ്റക്കാർ ചെല്ലുന്ന ഒരു രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോഴിതാ കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ ചില നിബന്ധനകൾ മുന്നോട്ട് വെക്കുകയാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്യുലർ രാജ്യങ്ങളിൽ ഒന്നായ ഫ്രാൻസ്. ഇനി വിദേശങ്ങളിൽ നിന്നും കുടിയേറാൻ വരുന്ന മുസ്ലിം പണ്ഡിതരായ ഇമാമുമാർക്ക് ഫ്രാൻസിലേക്ക് പ്രവേശനമില്ല എന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അറിയിച്ചിരിക്കുന്നത്. രാജ്യത്ത് നിന്നും തീവ്രവാദത്തെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ നടപടി എന്നും പറയപ്പെടുന്നു. എന്തായാലും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഫ്രാൻസിലേക്ക് എത്തുന്ന ഇമാമുമാരാണ് അവിടെ വിഘടനവാദത്തിന്റെ വിത്ത് പാകുന്നത് എന്ന നിരീക്ഷണം കൂടി ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഫ്രഞ്ച് നിയമത്തെ ഇവർ സ്വന്തം നിയമത്താൽ മാറ്റുന്നു എന്നുകൂടി ഉള്ള ഒരു ശക്തമായ വിമർശനം മാക്രോണിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഏത് രാജ്യത്താണെങ്കിൽ പോലും മുസ്ലിം ജനത, പ്രത്യേകിച്ചും ഈ പണ്ഡിതരും മറ്റും വിശ്വസിക്കുന്നത് അവരുടെ ശരീഅത്ത് നിയമത്തിൽ മാത്രമായിരിക്കും. പക്ഷെ ഓരോ രാജ്യത്തിനും അവരുടേതായ ഒരു നിയമം ഉണ്ടാവും. ആ നിയമത്തിന്റെ ചട്ടക്കൂടിൽ നിൽക്കാതെ തങ്ങൾ പിന്തുടരുന്നത് ശരീഅത്ത് നിയമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ നാട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്ന ഒരു സാധ്യതയുണ്ട്. ഈ ഒരു പ്രവണതയ്ക്കാണ് നിലവിൽ ഫ്രാൻസ് അറുതി വരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഫ്രാൻസിൽ തങ്ങുന്ന ഇമാമുമാരെ നാട് കടത്തും എന്നുകൂടി ഇമ്മാനുവൽ മാക്രോൺ പറയുന്നുണ്ട്. അതല്ലെങ്കിൽ ഫ്രാൻസിൽ തന്നെ താഴ്ന്ന പദവിയിലേക്ക് മാറ്റാനുള്ള സാഹചര്യവും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. നമുക്കറിയാം, ഏറ്റവും വലിയ ഒരു മതേതര രാജ്യം അല്ലെങ്കിൽ സെക്യുലർ രാജ്യമായ ഫ്രാൻസിൽ സ്കൂളുകളിൽ പോലും മതചിഹ്നങ്ങൾ അനുവദിക്കില്ല. അത് കുരിശായാലും ഹിജാബ് ആയാലും സ്കൂളുകളിലേക്ക് കുട്ടികൾ കയറി വരുമ്പോൾ മതചിഹ്നങ്ങൾ വേണ്ട എന്നുള്ള ഒരു നിലപാടുണ്ട്. കർശനമായി തന്നെ രാജ്യത്ത് അത് നടപ്പിലാക്കുന്നുമുണ്ട്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഒരു പോരാട്ടം ഉണ്ടായ സമയത്താണ് എത്രത്തോളമാണ് വിദേശ രാജ്യങ്ങളിൽ ഈ മുസ്ലിം വിഭാഗത്തിന്റെ ശക്തി പ്രകടനങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടന്നത് എന്ന് നാം കണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്ന് ഫ്രാൻസ് ആയിരുന്നു. അന്ന് ഫ്രാൻസിന്റെ തെരുവിലും മറ്റും പലസ്തീനെ പിന്തുണച്ചുകൊണ്ട് നിരവധി ആളുകളാണ് ഒത്തുകൂടിയത്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നിലവിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫ്രാൻസിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന ഇമാമുമാർ ഇനി ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തന്നെ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.